കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ 22 ചെയ്തു. അപ്പോൾ അതിൽ ഭഗവാൻ ഈ മായയ്ക്ക് അതീതനാണെന്നും ഗുണങ്ങൾക്ക് അതീതനാണെന്നും അജ്ഞാനത്തിനും അധീനനാണെന്നും അജ്ഞാനത്തിനെ കൂടി കാണുന്ന ജ്ഞാനിയാണെന്നും ജ്ഞാനസ്വരൂപനാണെന്നൊക്കെ പറഞ്ഞു. അതന്നെ ഒന്നും കൂടിയും പറയുകയാണ് ഈ അടുത്ത 2 ശ്ലോകത്തിൽ. അത് കഴിഞ്ഞാൽ ശിവഭഗവാന്റെ വാക്കുകൾ കഴിഞ്ഞു. എന്നിട്ട് ശിവഭഗവാൻ പറയും, ശിവഭഗവാന്റെ വാക്കുകൾ കഴിഞ്ഞു എന്നല്ല, എങ്ങനെയാ വെച്ചാൽ പിന്നെ പറയും സീതയും ശ്രീരാമനും ഹനുമാനും കൂടിയിട്ടുള്ള ഒരു സംവാദം ഞാൻ പറയാം. അത് പറഞ്ഞാൽ നിനക്ക് ശ്രീരാമതത്വം മുഴുവനും മനസ്സിലാവും എന്ന് പറയും. അതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 23 ചെയ്യാം. നാഹർന്നരാത്രി സവിതുല്യഥാ ഭവേദ് പ്രകാശരൂപാവ്യഭിചാരത ക്വചിത് ജ്ഞാനം തഥാ ജ്ഞാനമിദം ദ്വയം ഹരൗ രാമേ കഥം സ്ഥാസ്യതി ശുദ്ധ ചിദ്ഘനേ. ക്വചിത് എന്താ? ഒരു കാലത്തും പ്രകാശരൂപാവ്യഭിചാരത, അതായത് പ്രകാശസ്വരൂപത്തിൽ നിന്ന് വേറിടാതെ ഇരിക്കുന്നതിനാൽ, പ്രകാശസ്വരൂപം തന്നെയാണ് ഭഗവാൻ, അതൊന്നും വേറിട്ടിരിക്കുന്നില്ല. സവിതുഹു സൂര്യന്, അഹ അതായത് അഹം ച പകലാണ്, രാത്രിയും യഥാ ന എപ്രകാരം ഇല്ലയോ. സൂര്യന് രാത്രിയും പകലും ഉണ്ടോ? ഇല്ല. നമുക്കുള്ളൂ രാത്രിയും പകലല്ലേ. സൂര്യൻ ഭൂമിയുടെ മറ്റേ ഭാഗത്ത് പ്രകാശിക്കുന്ന സമയത്ത് ഭൂമി തിരിയുമ്പോൾ മറ്റേ ഭാഗത്തെ പ്രകാശം ഉള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് രാത്രിയും, സൂര്യന് രാത്രിയും പകലും ഇല്ല. അതേപോലെ തഥാ അതേപോലെ തന്നെ ശുദ്ധ ചിത് ഘനേ, അതായത് ഭഗവാൻ ജ്ഞാനസ്വരൂപനും രാമേ അതായത് ആനന്ദസ്വരൂപന സ്വയം രമിക്കുന്നവനും അവനവനിൽ തന്നെ രമിക്കുന്നവനും ആനന്ദസ്വരൂപനും ഹരൗ ഹരിയിൽ ജ്ഞാനം അറിവ് അജ്ഞാനം അറിവില്ലായ്മ ഇതം ദ്വയം ഇത് രണ്ടും കഥം സ്ഥാസ്യതി എങ്ങനെ ഉണ്ടാവും. എന്താ പറയണ വെച്ചാൽ ഭഗവാൻ പ്രകാശസ്വരൂപിയാണ്, ജ്ഞാനസ്വരൂപിയാണ്, ആനന്ദസ്വരൂപിയാണ്. അങ്ങനെയുള്ള ഭഗവാൻ എങ്ങനെയാച്ചാൽ സൂര്യനെ പോലെ സദാ പ്രകാശിക്കും. സൂര്യന് ഇരുട്ട് എന്താണെന്നറിയോ? സൂര്യന് പകലും രാത്രിയും ഇല്ല. സൂര്യൻ ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് രാത്രിയും സൂര്യൻ ഉള്ളത് കൊണ്ട് പകലും. പക്ഷെ സൂര്യൻ എപ്പോഴും തേജസ്വരൂപിയാണ്. അതേപോലെ ഭഗവാൻ ജ്ഞാനസ്വരൂപനാണ്, ആനന്ദസ്വരൂപനാണ്, തേജോമയ സ്വരൂപനാണ്. ആ ഭഗവാന് ജ്ഞാനവും അജ്ഞാനം എന്നുള്ള 2 അവസ്ഥ ഇല്ല. നമ്മുടെ ഈ ജീവാത്മാവിനെ ഉള്ളൂ അജ്ഞാനം. നമ്മൾ ദേഹമാണെന്ന് അഭിമാനിക്കുന്ന അജ്ഞാനം, അത് ആത്മാവിനില്ല എന്ന് പിന്നെയും പറയുകയാണ്. അതായത് സൂര്യന്, അത് വളരെ നല്ലൊരു ഉദാഹരണമാണ്. സൂര്യൻ രാത്രിയും പകലും ഇല്ല അല്ലേ. സൂര്യൻ്റെ അഭാവത്തിൽ നമ്മൾ രാത്രി എന്ന് പറയുന്നു, സൂര്യൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ പകലെന്ന് പറയുന്നു. സൂര്യൻ എപ്പോഴും തേജോമയ സ്വരൂപിയാണ്. അതേപോലെ ഭഗവാന് ജ്ഞാനവും അജ്ഞാനവും ഒന്നും ഇല്ല. കാരണം ഭഗവാൻ ജ്ഞാനസ്വരൂപനാണ്, ആനന്ദസ്വരൂപനാണ്, തേജോമയനാണ്. അപ്പം അതൊന്നും ഭഗവാൻ ഇതിനെല്ലാം അതീതനാണ്. നാഹർന്നരാത്രി സവിതുര്യഥാ ഭവേദ് പ്രകാശരൂപാവ്യഭിചാരത ക്വചിത് ജ്ഞാനം തഥാ ജ്ഞാനമിദം ദ്വയം ഹരൗ രാമേ കഥം സ്ഥാസ്യതി ശുദ്ധ ചിദ്ഘനേ.
ശുദ്ധജ്ഞാന സ്വരൂപനായിട്ട് രാമനിലെ ജ്ഞാനവും അജ്ഞാനവും ഒക്കെ ഉണ്ടാവാൻ വല്ല വഴിയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഏതുപോലെ? സൂര്യന് പകലും രാത്രിയും ഇല്ലാത്ത പോലെ. ഇനി 24. അതന്നെ ഒന്നും കൂടി പിന്നെന്താണ് പറയുക, ദൃഢമായിട്ട് നമ്മളെ ഉറപ്പിക്കുകയാണ്, നമുക്ക് റീഇൻഫോഴ്സ് ചെയ്യണം കേട്ടോ. 24. തസ്മാത് പരാനന്ദമയേ രഘൂത്തമേ വിജ്ഞാനരൂപേ ഹി ന വിദ്യതേ തമ അജ്ഞാനസാക്ഷിണ്യരവിന്ദലോചനേ മായാശ്രയത്വാം നഹി മോഹകാരണം. തസ്മാത് അത് കാരണം, പരാനന്ദമയേ അതായത് ആനന്ദസ്വരൂപിയും, വിജ്ഞാനരൂപേ ജ്ഞാനസ്വരൂപിയും, അജ്ഞാന സാക്ഷിണി. ഇനി അതുകൊണ്ടേ ജ്ഞാനസ്വരൂപനാണ് നമ്മുടെ ഈ അജ്ഞാനത്തിൻ്റെ അല്ലെങ്കിൽ ജീവാത്മാവിൻ്റെ ഈ അജ്ഞാനത്തിൻ്റെ സാക്ഷിയാണ്. നമ്മുടെ അജ്ഞാനത്തിനെ കാണുന്ന ജ്ഞാനിയാണ് ഭഗവാനെ. അതുകൊണ്ട് അതാണ് അജ്ഞാന സാക്ഷിണി പറഞ്ഞത്. അജ്ഞാനത്തിൻ്റെ സാക്ഷിയുമായ രഘൂത്തമേ ഭഗവാനിൽ, ശ്രീരാമനിൽ തമഹ ഈ അജ്ഞാനം ന വിദ്യതേ ഇല്ല. ഈ അജ്ഞാനത്തിനെ കാണുന്ന ആൾക്ക് അജ്ഞാനം ഉണ്ടാവുമോ? ഇല്ല. അജ്ഞാനത്തിനും കൂടി സാക്ഷിയാണ് ആര്? ജ്ഞാനസ്വരൂപനായിട്ടുള്ള ഭഗവാൻ, പരമാനന്ദ സ്വരൂപൻ. ന വിദ്യതേ ഇല്ല. മായ ആശ്രയത്വാത്. മായ ആരെ ആശ്രയിക്കണത്? ഭഗവാനെ, ശ്രീരാമനെ. ഇവിടെ ശ്രീരാമൻ എന്ന് പറയാം. മായ ആശ്രയിക്കുന്നത് തന്നെ രാമനെയാണ്. മായയുടെ ആശ്രയമാണ് ഭഗവാനെ. അപ്പോൾ മോഹകാരണം നഹി, അജ്ഞാനത്തിന് കാരണമില്ല. അതായത് ശ്രീരാമനെ ആശ്രയിച്ചിട്ടാണ് മായ. അപ്പം പിന്നെ ശ്രീരാമൻ മായയെ ആശ്രയിക്കുമോ? മായ ശ്രീരാമനെയാണ് ആശ്രയിച്ചിരിക്കണം. മായയുടെ ആശ്രയം തന്നെ മായ ആ ഭഗവാനിൽ നിന്നുണ്ടായതാണ് അല്ലേ? ഭഗവാന്റെ ശക്തിയാണ് മായ, അല്ലാണ്ട് മായയുടെ ശക്തിയല്ല പിന്നെ ഭഗവാന്റെ ശക്തി മായ. അപ്പം പിന്നെ മായയ്ക്ക് ഭഗവാനെ മറയ്ക്കാൻ പറ്റുമോ? ഭഗവാനെ മറയ്ക്കാൻ പറ്റില്ല. നമ്മളിൽ നിന്ന് ഭഗവാനെ മറയ്ക്കാൻ മായയ്ക്ക് പറ്റും. കാരണം നമ്മൾ മായയ്ക്ക് അധീനരാണ്, മായയുടെ അടിമകളാണ് നമ്മളെ. ഭഗവാൻ മായയുടെ യജമാനനാ. അപ്പോൾ ഭഗവാനെ മറയ്ക്കാൻ ഭഗവാനെ തന്നെ മറച്ചു കൊടുത്താൽ മായയ്ക്ക് ശക്തിയില്ല. നമ്മളെ ഭഗവാനിൽ നിന്ന്, അതായത് ആത്മാവിനെ മറച്ച് നമുക്കില്ലാത്തതൊന്നാണെന്ന് നമ്മളെ ബോധിപ്പിക്കാൻ മായയ്ക്ക് സാധിക്കും. അതിന് കാരണം എന്താ വെച്ചാൽ മായയുടെ അടിമകളാണ്, നമ്മളെ മായയിൽ നമ്മൾ കഴിയുന്നവരാണ്. പക്ഷെ ഭഗവാൻ മായയുടെ പുറത്താണ്. ഭഗവാൻ മായയ്ക്ക് അതീതനാണ്. ഭഗവാന് മായയുടെ യാതൊരു ലിമിറ്റേഷൻസോ ഉപാധികളൊന്നുമില്ല. എന്താ വെച്ചാൽ ഇതൊക്കെ പറഞ്ഞില്ലേ? അപ്പോൾ പരമാനന്ദമൂർത്തിയും ജ്ഞാനസ്വരൂപനും അജ്ഞാനത്തിൻ്റെ സാക്ഷിയുമായിട്ടുള്ള ഭഗവാനിൽ ഒരു തരി പോലും അജ്ഞാനം, ഇഗ്നറൻസ് ഇല്ല എന്ന് മനസ്സിലാക്കിക്കോളൂ. അജ്ഞാനം മായയുടെ ഉള്ളിൽ മാത്രമാണുള്ളത്. അപ്പോൾ മായയുടെ ആശ്രയം ഭഗവാനാണ്. മായ ആശ്രയിച്ചിരിക്കുന്നത് ഭഗവാന്റെ ശക്തിയാണ് മായ. അപ്പം പിന്നെ ഭഗവാനെ മറയ്ക്കാൻ മായയ്ക്ക് ശക്തി ഉണ്ടോ? ഇല്ല. അതായത് മായ ഭഗവാന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഉള്ള ശക്തി വന്നതാണ്. അപ്പോൾ ആ മായയുടെ ഉള്ളിലുള്ള അജ്ഞാനം എങ്ങനെയാണ് ഭഗവാനെ ബാധിക്കുക? നമ്മളെ ബാധിക്കും അല്ലേ? അതാണ് പറയുന്നത്. അതായത് പിന്നെ ഈ ബ്രഹ്മാവ് രാമൻ്റെ അജ്ഞാനത്തിന് അതായത് ഏറ്റവും അവസാനം ബ്രഹ്മാവ് ശ്രീരാമൻ്റെ അജ്ഞാനത്തിനെ മാറ്റി എന്നൊക്കെ ശങ്കരാചാര്യർ പറയുന്നുണ്ടെന്നൊക്കെ ചിലർ പറയും. അപ്പോൾ രാമൻ അജ്ഞാനം ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കാം. ഇല്ല, അതല്ല. അതെന്താ കാരണം വെച്ചാൽ കുറച്ച് കാലം മനുഷ്യനെപ്പോലെ ജീവിച്ച് കാണിച്ചു ശ്രീരാമൻ. ഇനി അത് മതി എന്ന് പറഞ്ഞതാണ്. ഇത് മതി, ഇപ്പോൾ കാര്യമൊക്കെ കഴിഞ്ഞു, രാവണവധമൊക്കെ കഴിഞ്ഞുല്ലോ, ദുഷ്ടന്മാരെയൊക്കെ കൊന്നു. ഇനിയിപ്പോൾ മനുഷ്യ ഭാവത്തിൽ പെരുമാറേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞതാണ്. അല്ലാണ്ട് എന്താണ് ശ്രീരാമന് ഞാൻ ആത്മാവാണ്, പരബ്രഹ്മസ്വരൂപിയാണെന്ന് അറിയാഞ്ഞിട്ട് ബ്രഹ്മാവ് ഓർമ്മിപ്പിച്ചതൊന്നും അല്ല എന്ന് പറയാണ്. അത് ഇനിയിപ്പോൾ മനുഷ്യവേഷം ആടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു എന്നാണ്. അതേപോലെ തന്നെ ഭാഗവതത്തിലും പറയുന്നുണ്ട്,
എന്താച്ചാൽ ഈ സീതയായിട്ട് വിയോഗം ഉണ്ടായില്ലോ. അതായത് സീതയെ കട്ടുകൊണ്ടുപോയപ്പോൾ ദുഃഖം നടിച്ചതൊക്കെ എന്തിനാണെന്ന് വെച്ചാൽ ഈ ലോകത്തിൽ സ്ത്രീകളായിട്ടുള്ള ആരായിട്ടായാലും, പക്ഷേ സ്ത്രീകളായിട്ടുള്ള അതിയായിട്ടുള്ള അറ്റാച്ച്മെൻ്റ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ദുഃഖം ഉണ്ടാവുമെന്ന് കാണിക്കാനാണെന്ന്. അതാണ് ഈ സീതാവിയോഗ ദുഃഖം അഭിനയിച്ച് കാണിക്കുകയാണ് ശ്രീരാമ ഭഗവാൻ ചെയ്തത്. എന്തിനാണെന്ന് വെച്ചാൽ ഈ സ്ത്രീ സംഖ്യകളുടെ അവസ്ഥ ഇതാണ് എന്ന് ലോകത്തിലുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാനുഷവേഷം ധരിച്ച് മാനുഷ ദുഃഖസുഖങ്ങൾ അനുഭവിക്കേണ്ടെന്ന് ഭാവിക്കുകയാണ്, മനുഷ്യനായിട്ട് നടിച്ച്. ഇങ്ങനെയൊക്കെയാണ് പിന്നെ എന്താണ് അധർമ്മികൾക്കുണ്ടാവുക. അല്ലെങ്കിൽ ധർമ്മം ആചരിച്ചാൽ ഇങ്ങനെയാണ്. അല്ലെങ്കിൽ ഇപ്പം അധികം അറ്റാച്ച്മെൻ്റ് ഉണ്ടാകുമ്പോൾ സ്ത്രീകളോട്, അതിപ്പോൾ സീതയോടുള്ള ദുഃഖമാണല്ലോ കാണിച്ചത്, സീതാവിയോഗ ദുഃഖം പോലെയൊക്കെ അത്ര അറ്റാച്ച്മെൻ്റ് ഉണ്ടെങ്കിൽ നമ്മളൊക്കെ ദുഃഖത്തിന് വഴി തെളിയിക്കുന്നതാണ് എന്ന് ലോകർക്ക് കാണിച്ചു കൊടുക്കാനാണ്. അല്ലാതെ പരമാർത്ഥത്തിൽ അവനവൻ്റെ ആത്മസ്വരൂപത്തിനെ മറന്നിട്ട് ശ്രീരാമൻ ഒരു മിനിറ്റ് പോലും ഉണ്ടായിട്ടില്ല. അതായത് ഭഗവാൻ ശ്രീരാമൻ്റെ അവതാരം എടുത്തിട്ട് മനുഷ്യനെ പോലെ ആയെങ്കിലും ശ്രീരാമൻ ആ ബോധം, ഞാൻ പരമാത്മ ചൈതന്യം തന്നെയാണുള്ള ബോധമില്ലാതെ ഒരു സമയം ഉണ്ടായിട്ടില്ല. പക്ഷേ ലോകാനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ഒരു ഉത്തമ മര്യാദ പുരുഷൻ എങ്ങനെ ജീവിക്കാം എന്ന് കാണിച്ചു എന്നേ ഉള്ളൂ എന്ന്. മനസ്സിലായില്ലേ? അത് നമ്മുടെ ലോകാനുഗ്രഹത്തിന് വേണ്ടി ചെയ്തതാണ് എന്നും കൂടിയും ഇതിൽ അർത്ഥം വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് 24 കഴിഞ്ഞ് 25 പോവാം. തസ്മാത് പരാനന്ദമയേ രഘൂത്തമേ വിജ്ഞാനരൂപേ ഹി ന വിദ്യതേ തമ അജ്ഞാനസാക്ഷിണ്യരവിന്ദലോചനേ മായാശ്രയത്വം നഹി മോഹകാരണം. അതായത് മായ ആരെ ആശ്രയിച്ചിരിക്കുന്നുവോ ആ ആളെ മറയ്ക്കാൻ മായയ്ക്ക് സാധിക്കില്ല. അതുകൊണ്ട് അജ്ഞാനം ഭഗവാനെ തൊട്ട് തീണ്ടിയിട്ട് പോലുമില്ല. അങ്ങനെ വിചാരിക്കുന്നത് നമ്മുടെ അവിവേകമാണ്. ഇനി അതായത് ശ്രീരാമ ഭഗവാൻ മനുഷ്യനല്ല, വിഷ്ണുവിനെ അവതാരം എടുത്ത് വന്നതാണെന്നാണ് നമ്മളോട് ശിവഭഗവാൻ പറയണത് പാർവതിയോടെ. അപ്പോൾ സീതാവിയോഗമൊക്കെ അഭിനയിച്ചതാണെന്ന്, സീതയെ പിരിഞ്ഞുള്ള ദുഃഖമൊക്കെ വെറുതെ അനുഭവിച്ചതാണ്. സ്ത്രീകളായിട്ട് ആരായാലും അത്ര അറ്റാച്ച്മെൻ്റ് ഉണ്ടായാൽ അത് ദുഃഖത്തിലേക്ക് നമ്മളെ നയിക്കുന്നത് കാണിക്കാനാണെന്ന്. 25 അത്ര തേ കഥയിഷ്യാമി രഹസ്യമതി ദുർലഭം സീതാരാമമരുൽ സൂനു സംവാദം മോക്ഷസാധനം. ഇനി പറയുകയാണ്, എന്താ അറിയോ, അത്ര ഇതിൽ സീതാരാമ മരുൽസൂനു സംവാദം. മരുൽസൂനു പറഞ്ഞാൽ മരുത്ത പറഞ്ഞ കാറ്റാണ്. കാറ്റിൻ്റെ മകനാരാ? ഹനുമാൻ. അതാണ് സീതയും ശ്രീരാമനും ഹനുമാനും കൂടിയിട്ടുള്ള സംവാദം. അവർ തമ്മിലുള്ള സംഭാഷണം അതിരഹസ്യം, അത് വളരെ ഗോപ്യമാണ്, ദുർലഭം. അതായത് സാധാരണക്കാർക്ക് അതിൻ്റെ ഉള്ളടക്കം മനസ്സിലാക്കാനും വിഷമാണ്. മോക്ഷസാധനം, നമുക്ക് മോക്ഷത്തെ തന്നെ നൽകുന്നതാണ്. തേ നിനക്കായിക്കൊണ്ട് കഥയിഷ്യാമി, ഞാൻ പറയാമെന്ന്. പിന്നെന്താ ശിവൻ പറഞ്ഞതറിയോ? ഹേ ശ്രീപാർവതി, ഞാനൊരു കാര്യം ചെയ്യാം, അത് എളുപ്പമാക്കി തരാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം ചെയ്യാം. വളരെ ഗുഹ്യവും ഭാഗ്യമുള്ളവർക്ക് മാത്രം കേൾക്കാനും ഉൾക്കൊള്ളാനും കഴിയുന്നതും ആയ സീതാരാമ ഹനുമൽ, അതാണ് മരുൽസൂനു, സീതാരാമ ഹനുമൽ സംവാദം, അവർ തമ്മിലുള്ള സംഭാഷണം ഞാൻ നിനക്ക് പറഞ്ഞുതരാം. അത് അത്ര ഗുഹ്യമാണ്, വിശുദ്ധമാണ്, പുണ്യമാണ്, ഭാഗ്യമുള്ളവർക്ക് മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള അവർ തമ്മിലുള്ള ആ സംഭാഷണം പറഞ്ഞാൽ നിനക്ക് രാമതത്വം വളരെ വേഗം വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഭഗവാനെ അജ്ഞാനം തൊട്ട് തീണ്ടിയിട്ടില്ല. നമ്മളെപ്പോലത്തെ സാധാരണക്കാരെ പോലത്തെ അജ്ഞാനിയൊന്നും അല്ല, വളരെ സേവിക്കാൻ യോഗ്യനാണ് എന്ന് നിനക്ക് ബോധ്യപ്പെടുന്ന പറയുകയാണ് കേട്ടോ. അത് മോക്ഷം നൽകുന്ന. അപ്പം 25 അത്ര തേ കഥയിഷ്യാമി രഹസ്യമതി ദുർലഭം സീതാരാമമരുൽസൂനു സംവാദം
മോക്ഷസാധനം. ഇനി അതിൻ്റെ ഒരു 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 എന്താ പറയുക, ആമുഖം, ആ കഥയുടെ അവിടെ എത്തണമല്ലോ, നമുക്ക് ആ സന്ദർഭത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കുറച്ച് പറയണം. അതായത് എപ്പോഴാണ് രാമ സീതാ ഹനുമൽ സംവാദം നടന്നത് എന്നുള്ള ആ കോണ്ടെക്സ്റ്റ്, ആ സന്ദർഭത്തിലേക്ക് എത്താൻ വേണ്ടി പറയുകയാണ് ഇനി കേട്ടോ. 26 പുരാ രാമായണേ രാമോ രാവണം ദേവകണ്ഠകം ഹത്വാ രണേ രണശ്ലാഘി സപുത്രബലവാഹനം. അപ്പോൾ നമുക്ക് നോക്കാം. രാമായണം അല്ലെങ്കിൽ രാമൻ്റെ കഥ ഉണ്ടാവാൻ തന്നെ കാരണമായിട്ടുള്ള പണ്ട് കാലത്തിൽ രണശ്ലാഘി, നല്ല യുദ്ധത്തിൽ നിപുണനായ രാമൻ ദേവകണ്ഠകം, ദേവന്മാരുടെ മുഴുവൻ ശത്രുവായ രാവണനെ രണേ ചലോ യുദ്ധത്തിൽ സപുത്രബലവാഹനം, പുത്രന്മാര്, പിന്നെയോ സൈന്യം, ബലം ചപ്പോൾ ഇവിടെ രാവണൻ്റെ ആർമിയൊക്കെ, സൈന്യം, വാഹനം ഇവരോടുകൂടി ഹത്വ കൊന്നു. അതായത് പണ്ട്, രാമായണ കഥ ഈ സന്ദർഭത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. പണ്ട് വളരെ യുദ്ധത്തിൽ വളരെ നിപുണനായിട്ടുള്ള ശ്രീരാമൻ രാവണനെയും രാവണൻ്റെ മക്കളെയും രാവണൻ്റെ ബന്ധുക്കളെയും കുംഭകർണനെ അനിയന്മാരെയൊക്കെ വിഭീഷൺ മരിച്ചില്ല, കുംഭകർണനെ കൊന്നൂല, പിന്നെ അക്ഷകുമാരനെയും ഇന്ദ്രിയത്തിനെയും എല്ലാവരെയും അവസാനം രാവണനെയും വധിച്ചു, വാഹനവും എല്ലാം ഇതാക്കി. അതൊക്കെ കഴിഞ്ഞിട്ടുള്ള കഥയാണ് പറയുന്നത്. അത് കഴിഞ്ഞു എന്ന് പറയുകയാണ്. അവരെല്ലാം എല്ലാ രാക്ഷസന്മാരെയും സംഹരിച്ചു. ആര്? ശ്രീരാമൻ. രാവണനടക്കം, ദേവന്മാരുടെ ശത്രുവാണല്ലോ. അപ്പോൾ അതാണ് 27 പുരാ രാമായണേ രാമോ രാവണം ദേവകണ്ഠകം ഹത്വാരണേ രണശ്ലാഘി സപുത്രബലവാഹനം. വാഹനത്തോടും പുത്രന്മാരോടും എല്ലാവരോടും കൂടി ആ രാവണനെ വധിച്ചിട്ട്. പിന്നെന്താ 27 സീതയാ സഹ സുഗ്രീവലക്ഷ്മണാഭ്യാം സമന്വിത അയോധ്യാമഗമദ്രാമോ ഹനുമത് പ്രമുഖൈർവൃത. സീതയാ സഹ, അപ്പോൾ എന്താ വെച്ചാൽ സീതയാ സഹ, സീതയോട് കൂടി, സുഗ്രീവ ലക്ഷ്മണാഭ്യം സമന്വിത, സുഗ്രീവനും ലക്ഷ്മണനും കൂടി, ഹനുമൽ പ്രമുഖൈഹി വൃത, ഹനുമാൻ മുതലായവരോടും കൂടി. ഇത് കഴിഞ്ഞിട്ടേ രാവണനെ വധിച്ചു കഴിഞ്ഞിട്ട് രാമൻ അയോധ്യയെ പ്രാപിച്ചു. നമുക്കറിയാലോ, രാവണവധം കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടെ പോന്നു. ആര്? ഓഫ് കോഴ്സ് സുഗ്രീവൻ. അപ്പോൾ പിന്നെ നമുക്കറിയണതാണല്ലോ, രാവണനെ വധിച്ചു കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി സുഗ്രീവൻ, പിന്നെ എന്താ പറയുക വിഭീഷണൻ, പിന്നെ ഓഫ് കോഴ്സ് ഹനുമാൻ, എല്ലാവരും കൂടി ശ്രീരാമൻ്റെയും ലക്ഷ്മണൻ്റെയും കൂടെ അയോധ്യയിലേക്ക് വന്നു. ആദ്യം നന്ദിഗ്രാമത്തിൽ പോയി ഭരതനെ കൂട്ടി, അതൊക്കെ കഴിഞ്ഞ് അയോധ്യയിൽ വന്നു എന്നാണ് പറയുന്നത്. അത്രേ പറയുന്നുള്ളൂ ഇതിൽ. ഇനി 27 വായിച്ച് 28 പോവാം. ഇതിൽ വേറെ ഒന്നും പറയില്ല, അങ്ങോട്ട് എത്തി എന്നർത്ഥം. യുദ്ധം കഴിഞ്ഞ് ഇവരെല്ലാവരും കൂടി അയോധ്യയിലെത്തി. സീതയാ സഹ സുഗ്രീവലക്ഷ്മണാഭ്യാം സമന്വിത അയോധ്യാമഗമദ്രാമോ ഹനുമൽ പ്രമുഖൈർ വൃത. പ്രമുഖന്മാരായിട്ടുള്ള ബാക്കി കുരഞ്ഞന്മാരൊക്കെ ഉണ്ട് കേട്ടോ. ഇനി 28 അഭിഷിക്ത പരിവൃതോ വസിഷ്ഠാദ്യൈർ മഹാത്മഭി സിംഹാസനേ സമാസീന കോടി സൂര്യ സമപ്രഭ. അഭിഷിക്ത, എന്നിട്ട് ശ്രീരാമനെ അഭിഷേകം ചെയ്തു രാജാവായിട്ട്. വസിഷ്ഠാദ്യൈഹി മഹാത്മഭി, വസിഷ്ഠൻ മുതലായിട്ടുള്ള മഹർഷിമാരാൽ, മഹാത്മാക്കളാൽ അഭിഷേകം ചെയ്യപ്പെട്ടവനും, പരിവൃത അവരെല്ലാവരാലും പിന്നെ ചുറ്റപ്പെട്ടവനും, കോടി സൂര്യ സമപ്രഭ, കോടി സൂര്യന്മാരൊന്നിച്ചുദിച്ച പോലെ പ്രഭയുള്ളവനും ആയിട്ട്, സിംഹാസനത്തിൽ സമാസീന സുഖമായിരുന്നു. അതായത് അയോധ്യയിൽ തിരിച്ചു വന്ന് ശ്രീരാമൻ്റെ പട്ടാഭിഷേകം വളരെ കേമായിട്ട് നടത്തി. നമുക്കറിയണ കഥയാണ്. എല്ലാം വളരെ കേമായിട്ട് നടത്തി. 100 സൂര്യന്മാരെ ഒന്നിച്ച് ഉദിച്ച
തിളച്ച് ഉയരുമ്പോൾ എത്ര പ്രകാശം ഉണ്ടാവുമോ അതുപോലെ ശ്രീരാമൻ ആ അയോധ്യ രാജ്യത്തിലെ സിംഹാസനത്തിൽ വിളങ്ങി. അതാണ് ഇതിൽ. അഭിഷിക്ത പരിവൃതോ വസിഷ്ഠാദ്യൈർമഹാത്മഭി സിംഹാസനേ സമാസീന കോടി സൂര്യ സമപ്രഭ. വളരെ സിമ്പിളാണ് ഈ രാമായണത്തെ, വളരെ സിമ്പിളായിട്ടുള്ള ശ്ലോകങ്ങളാണ്. നമുക്കൊന്ന് നല്ലോണം ആലോചിച്ചാൽ കുറേ കാര്യങ്ങൾ നമുക്ക് മലയാളത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളെ പോലെ സിമ്പിൾ സരളമായിട്ടുള്ള സംസ്കൃത പദങ്ങളാണ് കേട്ടോ. ഇനി 29. ദൃഷ്ട്വാ തഥാ ഹനുമന്തം പ്രാഞ്ജലിം പുരതസ്ഥിതം കൃതകാര്യം നിരാകാംക്ഷം ജ്ഞാനാപേക്ഷം മഹാമതിം. ഇതും കൂടി കഴിഞ്ഞാൽ നമുക്ക് നിർത്താം. തഥാ അപ്പോൾ, കൃതകാര്യം അതായത് കാര്യങ്ങളൊക്കെ ഇപ്പോൾ കഴിഞ്ഞുവല്ലോ, രാവണനെ വധമൊക്കെ. നിരാകാംക്ഷം ഒരു ആകാംക്ഷയില്ലാത്തവനും, ജ്ഞാനോപേക്ഷം ജ്ഞാനത്തെ മാത്രം ആഗ്രഹിക്കുന്നവനും, മഹാമതി വളരെ ബുദ്ധിമാനും, പ്രാഞ്ജലിം അതായത് 2 കൈയും കൂപ്പി ഇരിക്കുന്നവനും, പുരതസ്ഥിതം മുൻഭാഗത്ത് നിൽക്കുന്നവനുമായ ഹനുമന്തം ഹനുമാനെ ദൃഷ്ട്വ കണ്ടിട്ട്. ഇനി പിന്നെ നമ്മൾ പറയും അടുത്ത ദിവസം എന്താ വെച്ചാൽ ഇങ്ങനെ രാവണൻ്റെ, അതായത് ഇപ്പോൾ ഇതിലെന്താ പറയുകയെന്ന് വെച്ചാൽ, ഇതെന്താ വെച്ചാൽ ഈ രാവണൻ്റെ വധം കഴിഞ്ഞ് അയോധ്യയിൽ മടങ്ങി വന്ന് പട്ടാഭിഷേകം കഴിഞ്ഞ് ലങ്കെന്നും കിഷ്കിന്ധെന്നൊക്കെ എല്ലാവരും വന്നിരുന്നു. അവരെയൊക്കെ സമ്മാനിച്ച് അയച്ചതിന് ശേഷം അത്യന്ത ഭക്തനായിട്ടുള്ള ഈ ആഞ്ജനേയ സ്വാമി ഭഗവാനെ വിട്ടുപോവാൻ ഒട്ടും മനസ്സില്ലാതെ കുറേ ദിവസം കൂടി ശ്രീരാമൻ്റെ പാദശുശ്രൂഷ ചെയ്തും കൊണ്ട് അവിടെ തന്നെ താമസിച്ചു. അങ്ങനെയാണല്ലോ കഥ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഭഗവാൻ ഈ സൂര്യകോടി സമപ്രഭനായിട്ട് സിംഹാസനത്തിലിരിക്കുന്നത് കണ്ടപ്പോൾ ഈ ഹനുമാൻ വളരെ ഭക്തിയോടുകൂടി അടുത്ത് ചെന്നിരുന്നു. അതാണ് അഞ്ജലി. അതായത് ഭക്തിയോടുകൂടി കണ്ണിങ്ങനെ പകുതി അടച്ച, നമ്മൾ ആ ചിത്രം കണ്ടിട്ടുണ്ടല്ലോ, ആ പകുതി കണ്ണിങ്ങനെ അടഞ്ഞ് കൈ അർദ്ധനിമീലിത നേത്രനായിട്ട് കൈ കൂപ്പി തൊഴുതും കൊണ്ട് ഭഗവാന്റെ മുമ്പിൽ നിന്നു. അതായത് ഒന്നിനു വേണ്ടിയിട്ടുമല്ല, എന്തിനാണ്? ആ ജ്ഞാനം മാത്രമേ ആഗ്രഹിക്കുള്ളൂ. ആ ഹനുമാൻ്റെ ഇത്രയുള്ള ഭക്തിയും ആ ജ്ഞാനത്തിനുള്ള ആഗ്രഹവും കണ്ടിട്ട് എന്നാണ് പറഞ്ഞിട്ട് നമ്മൾ നിർത്തണം കേട്ടോ ഇവിടെ. അത് കണ്ടിട്ട് ആണെന്ന് പറഞ്ഞ് നമുക്കിവിടെ നിർത്താം. അപ്പോൾ ഇനി നാളെയാണ് നമ്മൾ പറയുക ശ്രീരാമൻ അപ്പോൾ സീതയോട് പറയുകയാണ്, ശ്രീരാമൻ തത്വം ഉപദേശിച്ചു കൊടുക്കാനൊക്കെ പറയണത് നാളെ നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ അതേ ഉള്ളൂ, നമുക്ക് പറഞ്ഞ് നിർത്താം. ഇന്നത്തെ 30 നമ്മൾ വായിക്കും. അതെ, ദൃഷ്ട്വ അതന്നെ, അത് 29 അല്ലേ? അതെ. ദൃഷ്ട്വാ തഥാ ഹനുമന്തം പ്രാഞ്ജലിം പുരതസ്ഥിതം കൃതകാര്യം നിരാകാംക്ഷം ജ്ഞാനാപേക്ഷം മഹാമതിം. അപ്പോൾ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ.